കൂൺ ഗ്രാമം എന്ന നേട്ടം കൈവരിച്ചതിനു പിന്നാലെ ചെറുപുഴ പഞ്ചായത്തിനെ സമ്പൂർണ്ണ വാടഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമവുമായി ചെറുപുഴ കൃഷിഭവൻ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. കൂൺ ഗ്രാമം എന്ന നേട്ടം കൈവരിച്ചതിനു പിന്നാലെ ചെറുപുഴ പഞ്ചായത്തിനെ സമ്പൂർണ്ണ വാടഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമവുമായി ചെറുപുഴ കൃഷിഭവൻ. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കർഷകർ ഇതിനകം 35,000ഓളം വാഴക്കന്നുകൾ നട്ടുകഴിഞ്ഞു. പാടിയൊടിച്ചാൽ മച്ചിയിൽ 10 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് മനോജ് തോമസ് ചിറ്റടിയിൽ പാലാവയൽ, ജെയിംസ് ആന്റണി അതമ്പോലിൽ തയ്യേനി, ജോണി വടക്കൽ വയക്കര എന്നീ 3 കർഷകർ മാത്രം 3500 വാഴയാണ് നട്ടിരിക്കുന്നത്. തരിശായി കിടന്ന സ്ഥലം ഏറെ കഠിനാധ്വാനം ചെയ്താണ് ഇവർ കൃഷിക്ക് പാകപ്പെടുത്തിയത്. കറി പൗഡർ നിർമ്മാണം, ടൈൽസ് ജോലികൾ എന്നിവയുൾപ്പെടെ വിവിധ ജോലികൾ ചെയ്തു വരുന്നവരാണിവർ. തങ്ങളുടെ ഉപജീവന മാർഗമായ തൊഴിലിനൊപ്പം വാഴകൃഷിയും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. കൃഷിയിൽ മത്സരമില്ലെന്നും ആത്മാർത്ഥതയും താല്പര്യവും ഉണ്ടെങ്കിൽ ഉറപ്പായും വിജയിക്കുമെന്നും ഇവർ പറഞ്ഞു. നമ്മൾ കുറച്ച് സ്ഥലം ലീസിനെടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു വിളവ് കൂടുതലുണ്ട്. 25 കിലോ 30 കിലോ ആവറേജ് കിട്ടുമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് നമ്മൾ ഈ വിത്ത് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മറ്റിനം വിത്തുകളാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഏത്തവാഴയും ഞാലിപ്പൂന അങ്ങനെയുള്ള ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ്. ആൾക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു 10 ഏക്കർ തരിശ് സ്ഥലമാണ് ഇവിടെ പാട്ടത്തിനെടുത്തത്. 15 വർഷത്തേക്ക് എടുത്തത്. അതിൽ 3500 വാഴയാണ് ഒന്നാം ഘട്ടം എന്ന രീതിയിൽ വെച്ചത്. പക്ഷേ ഈ വാഴയെ വെച്ച സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. തരിശ് സ്ഥലം വൃത്തിയാക്കുന്നതിനപ്പുറത്തേക്ക് മുമ്പ് കാലത്ത് ഇവിടെ റബ്ബറായതുകൊണ്ട് തന്നെ റബ്ബർ കൃഷി ഒരുപാട് കാലം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് മൂലകങ്ങളുടെ അപര്യാപ്തത ഈ മണ്ണിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ കാണാൻ ഇത് കാൽസ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ കുറവാണ്. ഇതെല്ലാം വാഴകളിലും പ്രകടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുമ്മായം പ്രയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരോട് നിർദ്ദേശിക്കാന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് കംപ്ലീറ്റ് പുഴുക്കൾ വന്നു. പുഴുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാസകീടനാശിനി പ്രയോഗം നടത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർ വളരെ ശ്രമകരമായാണ് ഇവരിവിടെ വെച്ച് ഈ 3000ഓളം വാഴയിൽ നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർ 3 പേരും വ്യത്യസ്ത തൊഴിൽ മുമ്പ് സ്വീകരിച്ചവരായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൈൽ വർക്ക് പോലുള്ള ജോലികളിൽ ഏർപ്പെട്ടവരായിരുന്നു. കാർഷിക മേഖലയിലേക്ക് അതിയായ താല്പര്യം കൊണ്ട് കൃഷിഭവൻ്റെ സപ്പോർട്ട് കൊണ്ടുവന്ന് ഇവരിവിടെ 3500 വാഴ ഇപ്പം വെച്ചത്. ഏകദേശം 2500 നേന്ത്രവാഴയും 1000 ഞാലിപ്പൂവൻ വാഴയുമാണ് ഇവർ നട്ടിരിക്കുന്നത്. തുടക്കത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ പുഴുശല്യം രൂക്ഷമായിരുന്നു. പിന്നീട് മൂലകങ്ങളുടെ കുറവ് മൂലം ഇലകൾക്ക് മഞ്ഞ നിറം വരാൻ തുടങ്ങി. ഇതിന് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം പ്രതിവിധി കണ്ടെത്തുകയായിരുന്നു. ഇവയ്ക്കിടയിൽ കമുകും കുരുമുളകും നട്ടു തുടങ്ങിയിട്ടുണ്ട്. ജലസേചനത്തിനായി കുഴൽക്കിണർ കുഴിക്കാനാണ് പദ്ധതി. മറ്റു പല സ്ഥലങ്ങളിലും ഇവർ പാട്ടകൃഷി നടത്തുന്നുണ്ട്. ചെറുപുഴ കൃഷിഭവനിലെ കൃഷി ഓഫീസർ P. അഞ്ജു, കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി ഒപ്പമുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എക്സ്പോർട്ട് ഓറിയന്റഡ് ബനാന ഏരിയ എക്സ്പാൻഷൻ എന്നീ പദ്ധതികളിലൂടെ പരമാവധി സഹായങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കാനാവശ്യമായ ഇടപെടലുകൾ കൃഷിഭവൻ നടത്തിവരുന്നു. എന്ന് പറയുന്ന ഒരു പദ്ധതി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രകാരം നമ്മുടെ പഞ്ചായത്തിലേക്ക് ആ പദ്ധതി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ബനാന ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പദ്ധതിയിൽ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഒരു ഘട്ടം വാഴ കൃഷി ചെയ്തവരുടെ തുടർന്ന് ഇതിപ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള വാഴ കൃഷിയാണ്. നമ്മുടെ ഏകദേശം മൊത്തത്തിൽ കണക്കാക്കുന്ന സമയത്ത് ഒരു 10-30,000ഓളം വാഴ ഈ വർഷം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അതിന് അനുസരിച്ച് കൃഷിഭവന് കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ യഥാസമയത്തുള്ള സാങ്കേതിക സഹായങ്ങളും അവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് കൃഷിഭവന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ Gold ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.